മധു ആശുപത്രിയിലുണ്ട്. എം ടി വാസുദേവൻ നായരുടെ മൃതദേഹം ഇപ്പോൾ വസതിയായി സിത്താരയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിരിക്കുന്നു. കെ മധു ഉണ്ട് അവിടെ. മധു, പറഞ്ഞോളൂ. അല്പസമയത്തിനകം എം ടി വാസുദേവൻ നായർ അദ്ദേഹം സിത്താരയിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങുകയാണ്. അഭിലാഷ് നേരത്തെ പ്രമേഷിനോട് ചോദിച്ചതിൻ്റെ തുടർച്ചയെന്നോണം പറഞ്ഞുകൊള്ളട്ടെ. 6ാം ദമ്പത്തിൽ പിറന്ന തൃപ്പുത്രൻ എന്ന് അമ്മ അടക്കം പറഞ്ഞവർ, അശ്വതിയും അടക്കമുള്ളവർ തിരിച്ചു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എം വി ശ്രേംസ്കുമാർ ലോക സാഹിത്യത്തിലേക്ക് മലയാളത്തിൻ്റെ ഭാഷയെ നിശ്ചയിച്ച എഴുത്തുകാരൻ. എം ജിയുടെ ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്ന് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മലയാളം, കേരളം വിട്ടു നൽകുകയാണ് പ്രിയപ്പെട്ട എഴുത്തുകാരന്. എം ജി എന്ന ദ്വയക്ഷരി അനശ്വരമാകും. എം ജി എന്ന ദ്വയക്ഷരി മലയാളിയുടെ ഹൃദയത്തിൽ എന്നേക്കുമായി അടയാളപ്പെടുത്തപ്പെടും. മലയാളി ഇത്രയും അഗാധമായി ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ വേറെ ഉണ്ടാകില്ല. ഓരോ മലയാളിക്കും സാമ്യപ്പെടാവുന്ന കഥാപാത്രങ്ങൾ എം ജിയുടെ തൂലികയിൽ പിറന്നിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൻ്റെ ലോക സാഹിത്യകാരൻ, മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആശുപത്രിയിൽ നിന്ന്. നടക്കാവിലെ സിത്താരയിലേക്കാണ് എം ജിയുടെ മൃതദേഹം കൊണ്ടുപോവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെയാണ് അദ്ദേഹം, മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ ആകെ ആദരം അറിയിക്കാനായി അവിടെ എത്തുക. നാളെ വൈകിട്ട് 5 മണിക്കാണ് എം ടി വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, ആശുപത്രിയിൽ നിന്ന് ഇറക്കുകയാണ്. കേരളം നിറഞ്ഞ കണ്ണുകളോടെ മഹാസാഹിത്യകാരന്, മലയാളം കണ്ട ഏറ്റവും മഹാനായ സാഹിത്യകാരന് വിട നൽകുകയാണ്. കോഴിക്കോട് എം ജിയുടെ 2ാം ഗൃഹമായിരുന്നു പാലക്കാട് കൂടല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടുകാരനായ എം ജി. പിന്നെ കോഴിക്കോട്ട് താമസിച്ച ഒരാളെ സംബന്ധിച്ചും ഞാൻ എം ജിയുടെ നഗരത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന് അഹങ്കരിക്കാൻ ഇട നൽകുന്ന വിധത്തിൽ വളർന്നു. എം ജി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം നടക്കാവിലുള്ള അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കേരളം എം ജിക്ക് വിട നൽകുകയാണ് വിതുമ്പലുകളോടെ. എം ടി വാസുദേവൻ നായർ ഒരു കഥയായി മാറുന്നു. മലയാളിയെ വിസ്മയിപ്പിച്ച, മലയാളിയെ ആശ്ചര്യപ്പെടുത്തിയ, മലയാളിയെ അനുഭൂതികളുടെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോയ എം ജിയുടെ തൂലിക ശബ്ദമായിരിക്കുന്നു. ഇനി എം ജി എന്ന ദ്വയക്ഷരി എന്നെന്നും മലയാളിയുടെ ഹൃദയങ്ങളിൽ എന്നേക്കുമായി അടയാളപ്പെടുത്തപ്പെടും. എം ടി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് നടക്കാവിലെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കണ്ണീരണിഞ്ഞ് കേരളം കണ്ട, മലയാളം കണ്ട ഏറ്റവും മഹാനായ സാഹിത്യകാരന് വിട നൽകും. പൊതുദർശനം അരുത് എന്ന് എം ടി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൗൺ ഹാളിലോ മറ്റോ പൊതുദർശനം ഉണ്ടാകില്ല. 2 മണിക്കൂർ നേരം വസതിയിൽ വയ്ക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ 2 മണിക്കൂർ നേരമേ ഉണ്ടാകുകയുള്ളൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം അനേകർ എം ജിക്ക് വിട നൽകാനായി അങ്ങോട്ടെത്തും. ഇപ്പോൾ നടക്കാവിലെ എം ടി വാസുദേവൻ നായരുടെ വസതിയിലേക്ക് അവസാനമായി അദ്ദേഹത്തിൻ്റെ ദേഹം എത്തുകയാണ്. മലയാളിക്ക്, കേരളത്തിന്, മലയാള ഭാഷയ്ക്ക്, മലയാള സാഹിത്യത്തിന്, മാതൃഭൂമിക്ക്